അതില് ഒരു സാധനം ചോദിച്ചു, പ്ലാൻസ് എന്താണെന്നൊക്കെ അതൊക്കെ ടിക്കറ്റില്ലേ അത് ചോദ്യം ചോദിച്ചാണ് എല്ലാരും. അത് ടിക്കറ്റ് എന്താ വെച്ചാൽ ഇതിൽ ഉത്തരം കൊടുത്ത ക്വസ്റ്റ്യൻസ് ഇവനൊക്കെയാണ് എന്റെ കല്യാണത്തിന് കാത്തിക്കുന്ന ആള്. ഇവനും ഈസാനും ഉണ്ടല്ലോ ഒരു മിനിറ്റ് ഒഴിവില്ല. ഇപ്പച്ചി മാത്രം ആ കാര്യത്തിൽ ഡീസൻ്റ് കേട്ടോ. എന്നോട് ഇതുവരെ ചോദിച്ചില്ല എനിക്ക് എന്നാ കെട്ടണ്ടേ, അനക്ക് കെട്ടണോ, അനക്ക് കെട്ടാൻ മുട്ടി നിൽക്കണോ, എനിക്ക് കെട്ടണ്ടേ, ഒന്നും ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇപ്പച്ചിൻ്റെ സൈഡിൽ നിന്നോ വലിയപ്പാൻ്റെ സൈഡിൽ നിന്നോ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് ഇവരോടൊക്കെ ഉള്ള ഒരു റെസ്പെക്റ്റ്. അത് നമ്മളെ ഒരു തരത്തിലും വലിയ ബുദ്ധിമുട്ടിക്കില്ല. വേണമെങ്കിൽ കിട്ടിയാൽ മതി, കെട്ടിയിട്ട് ഇപ്പം ജീവിക്കണമെങ്കിൽ ജീവിച്ചാൽ മതി. അതായത് ഒരു ഓലതായ ജീവിതം നയിച്ചിങ്ങനെ പോകണം. നമ്മൾ ചെയ്യണതൊക്കെ നല്ലത് ചെയ്താൽ കൈയടിക്കും, ഇനിയിപ്പോൾ ചീത്ത ചെയ്താൽ നമ്മളെ തിരുത്തി തരും. അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും പോലും ചോദിക്കില്ല. പക്ഷേ ഈ സ്റ്റീലും ഈച്ചൊക്കെ എന്ന് പറഞ്ഞാൽ വലിയപ്പാൻ്റെക്കും വിപ്പാൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ്. അനുവിൻ്റെ കല്യാണത്തിൻ്റെ വണ്ടി ഞാനാണ് ഓട്ടുക. അനുവിൻ്റെ കല്യാണം അവിടെ നടക്കുമ്പോൾ ഓടിച്ചോടത്തിൻ്റെ പുറത്തുനിന്ന് മാലപ്പടക്കണത്തിന് തിരികെ കൊളുത്തുന്നത് ഞാനാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഡ്രീംസാണ് ഓരോരുത്തർക്ക്. അതുപോലെ നല്ലൊരു വണ്ടി അനു എനിക്ക് വാങ്ങിത്തരണം കല്യാണം ആകുമ്പോഴത്തേന്. അതായത് ഓന് കല്യാണത്തിന് ചോറും കാര്യങ്ങളും ഓന് ഞാൻ കാറ് വാങ്ങിക്കൊടുക്കണം. പിന്നെ കാറ് വാങ്ങിക്കൊടുത്താൽ ഞാൻ തിന്നാൻ വരുന്ന ആൾക്കൊക്കെ എന്ത് വാങ്ങിക്കൊടുക്കുക? അല്ലേ തന്നെ കല്യാണം ഓവർ ചിലവുകളുള്ളൊരു പരിപാടി.